നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അലാസ്കയിൽ നടന്ന ഏറ്റവും ശക്തരായ രണ്ട് രാഷ്ട്രീയ നേതാക്കളുടെ കൂടിക്കാഴ്ച അത് പൂർണ്ണ പരാജയമായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ അത് തിരിച്ചടി ലഭിച്ചത് ട്രംപിന് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഇവിടെ നടക്കുന്ന യുദ്ധങ്ങളൊക്കെ തന്നെ അവസാനിപ്പിക്കാൻ തന്നെ കൊണ്ട് സാധിക്കുമെന്നുള്ള വലിയ അഹങ്കാരത്തോട് കൂടിയിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ നൽകിയ ആളായിരുന്നു ട്രംപ്. പക്ഷേ ഇത്രയും മാസങ്ങൾ പിന്നിട്ടിട്ടും ഒരു യുദ്ധത്തിലും ഒരു തരത്തിലുള്ള ഇടപെടൽ നടത്താനായിട്ട് അല്ലെങ്കിൽ ചെറിയ ശതമാനം പോലെ അത് കുറയ്ക്കാനുള്ള നീക്കങ്ങൾ നടത്താനായിട്ട് ട്രംപിനെ കൊണ്ട് സാധിച്ചിട്ടില്ല. അതിനപ്പുറം ട്രംപ് മറ്റുള്ള രാജ്യങ്ങൾക്ക് മേൽ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടുള്ള പല നയങ്ങളാണ് കൊണ്ടുവരുന്നതും അത് നടപ്പിലാക്കുന്നതും. ഏതായാലും ഇപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധം വീണ്ടും വളരെ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കിഴക്കൻ യുക്രൈനിലൂടെയുള്ള ക്രമേണ മുന്നേറ്റത്തിന്റെ ഭാഗമായി 3 ഗ്രാമങ്ങൾ കൂടി പിടിച്ചെടുത്തതായി അവകാശപ്പെട്ടിരിക്കുകയാണ്. ഒരു ദിവസം മുമ്പ് മോസ്കോ അവകാശപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ ഡൊണറ്റ്സ്ക് മേഖലയിലെ 1000 കിലോമീറ്റർ മുൻനിരയിലുള്ള 2 വാസസ്ഥലങ്ങളുടെ നിയന്ത്രണം കൂടി റഷ്യൻ സൈന്യം ഏറ്റെടുത്തതെന്ന് അറിയിച്ചിരിക്കുന്നത്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയമാണ് ഈ അറിയിപ്പ് നൽകിയിരിക്കുന്നത്. യുക്രൈനിലെ കൂടുതൽ പ്രദേശങ്ങൾ തങ്ങൾക്ക് വിട്ടുകിട്ടണമെന്നാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അലാസ്ക ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അമേരിക്കൻ പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടത്. യുക്രൈന്റെ ഭാഗമായ ഡൊണറ്റ്സ്ക് റഷ്യക്ക് നൽകി യുദ്ധം അവസാനിപ്പിക്കണം എന്നായിരുന്നു ട്രംപിന്റെ നിലപാട്. എന്നാൽ ട്രംപിന്റെ ഈ നിർദ്ദേശം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് തന്നെ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ട്രംപ് തന്നെയാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള മാർഗം എന്ന നിലയിൽ ഡൊണറ്റ്സ്ക് റഷ്യക്ക് വിട്ടു നൽകണമെന്ന് സെലൻസ്കിയെ അറിയിച്ചത്. എന്നാൽ ഈ നിർദ്ദേശം സെലൻസ്കി തള്ളിയെന്നാണ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത്. റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ യുക്രൈൻ കരാറിന് തയ്യാറാകണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. റഷ്യ ഒരു വലിയ ശക്തിയാണ്, യുക്രൈൻ അങ്ങനെയല്ലെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി. എന്നാൽ തങ്ങളുടെ ഭൂപ്രദേശങ്ങൾ റഷ്യക്ക് വിട്ടു നൽകി കീഴടങ്ങലിന് തയ്യാറല്ലെന്ന നിലപാടിലാണ് സെലൻസ്കി. പുതുതായി പേരിട്ട ഗ്രാമങ്ങളായ ടൊററ്റ്സ്കിന് വടക്കു പടിഞ്ഞാറായി ക്ലെബാൻ, ബൈക്ക്, ഗാർക്കീവ് മേഖല അതിർത്തിക്കടുത്തുള്ള സൈറഡിനെ വെള്ളിയാഴ്ചത്തെ പട്ടികയിൽ കൂടി ചേർത്തിരിക്കുകയാണ്. അതിൽ കോസ്റ്റി യാൻകിന് അടുത്തുള്ള കാറ്റർനിക്വ, റുസിൻയാർ എന്നിവ ഉൾപ്പെടുന്നു. യുക്രൈൻ കുടിയേറ്റ കേന്ദ്രങ്ങളുടെ നഷ്ടം സ്ഥിരീകരിച്ചിട്ടില്ല. എന്നാൽ റഷ്യൻ സൈന്യം മുന്നോട്ട് നീങ്ങുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഡിനിപ്രോ പെട്രോവസ്ക് മേഖലയുടെ അരികിലുള്ള സെലേനി ഹായ് തങ്ങളുടെ സൈന്യം തിരിച്ചുപിടിച്ചതായി അറിയിച്ചു. ഡൊണറ്റ്സ്കിലെ റഷ്യയുടെ മുന്നേറ്റങ്ങൾ തടയുന്നതിനും ഡിനിപ്രോ പെട്രോവസ്കിലേക്ക് അതിക്രമിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനും സംയുക്ത പ്രവർത്തനങ്ങൾ നടത്തിയതായി യുക്രൈൻ സൈനിക ഇന്റലിജൻസ് അറിയിച്ചു. തുടക്കം മുതൽ യുക്രൈന്റെ വിധി തീരുമാനിക്കപ്പെടുന്നത് അവിടുത്തെ ജനങ്ങളല്ല, മറിച്ച് അമേരിക്ക, ബ്രിട്ടൻ, യൂറോപ്യൻ യൂണിയൻ തുടങ്ങിയ രാജ്യങ്ങളുടെ ഭൗമ രാഷ്ട്രീയ താൽപര്യങ്ങളാണ്. യുക്രൈനിൽ നടക്കുന്ന പരമാധികാരപരമായ തീരുമാനമെടുക്കൽ എന്നത് പാശ്ചാത്യ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് തുല്യമാണ്. കോടിക്കണക്കിന് ഡോളറിന്റെ സൈനിക സഹായവും രാഷ്ട്രീയ പിന്തുണയും ചില വ്യവസ്ഥകളോടുകൂടിയാണ് യുക്രൈനിലേക്ക് വരുന്നത്. ഇത് റഷ്യക്കെതിരായ നാറ്റോയുടെ തന്ത്രങ്ങൾക്ക് ഒരു മുന്നണി സൈനിക താവളമായി യുക്രൈൻ തുടരുമെന്ന് ഉറപ്പാക്കുന്നതാണ്. റഷ്യക്കെതിരായ ഒരു സ്ഥിരം മുന്നണി രാഷ്ട്രീയമായി പ്രവർത്തിക്കാൻ യുക്രൈൻ നിഷ്പക്ഷത ഉപേക്ഷിക്കണമെന്ന് നിർബന്ധിക്കുകയാണ് പാശ്ചാത്യ രാജ്യങ്ങൾ ചെയ്യുന്നത്. ഒരു കരുതൽ സൈന്യമായും പാവയായും പാശ്ചാത്യ ശക്തികളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചലിക്കുന്ന ഒരു കരുവായി യുക്രൈനെ മാറ്റുക എന്നതാണ് പാശ്ചാത്യ രാജ്യങ്ങളുടെ തന്ത്രം. നാറ്റോയും യൂറോപ്യൻ യൂണിയനും യുക്രൈന് ഭാവിയിൽ അംഗത്വം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് ഒരു മിഥ്യാബോധം മാത്രമാണ്. 2008 നാറ്റോ അംഗത്വം വാഗ്ദാനം ചെയ്യുകയും അത് നൽകാതിരിക്കുകയും ചെയ്ത അതേ തന്ത്രം തന്നെയാണ് ഇന്നും പയറ്റുന്നത്. യുദ്ധത്തിൽ കുടുങ്ങി പാശ്ചാത്യ സഹായത്തെ ആശ്രയിച്ച് കഴിയുന്ന യുക്രൈനിലെ ജനങ്ങളാണ് യഥാർത്ഥത്തിൽ അമേരിക്കയിലും യൂറോപ്പിലും എടുത്ത തീരുമാനങ്ങൾക്ക് വലിയ വില നൽകേണ്ടി വരുന്നത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാട് എപ്പോഴും വ്യക്തമാണ്. യൂറോപ്പിലെ സ്ഥിരത നിലനിർത്താൻ യുക്രൈൻ നിഷ്പക്ഷമായി തുടരണം. അതിർത്തിയിൽ ഒരു ശാശ്വത യുദ്ധം നിലനിൽക്കുന്നത് റഷ്യക്ക് ഗുണകരമല്ല. എന്നാൽ സമാധാനത്തിനുള്ള ഓരോ സാധ്യത വരുമ്പോഴും പാശ്ചാത്യ രാജ്യങ്ങൾ അതിനെ അട്ടിമറിക്കാനാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. റഷ്യയെ ദുർബലപ്പെടുത്താനും യുക്രൈന് മേലുള്ള പിടിമുറുക്കാനും വേണ്ടി സംഘർഷം നീട്ടിക്കൊണ്ടു പോകാനാണ് അവർ ശ്രമിക്കുന്നത്. യുക്രൈനിലെ നേതാക്കൾ പരമാധികാരത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിലും ഊർജ്ജ നയം മുതൽ യുദ്ധതന്ത്രങ്ങൾ വരെയുള്ള എല്ലാ പ്രധാന തീരുമാനങ്ങളും രൂപപ്പെടുന്നത് പാശ്ചാത്യ തലസ്ഥാനങ്ങളിലാണ്.
നിഷ്പക്ഷത, സ്വാതന്ത്ര്യം, യഥാർത്ഥ പരമാധികാരം എന്നിവയെല്ലാം അജണ്ടയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു. സ്വന്തം ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്തവരുടെ കൈകളിലെ ഒരു പാവയായി യുക്രൈൻ മാറിയിരിക്കുന്നു. ഒരു ഭൗമരാഷ്ട്രീയ ചതുരംഗ കളത്തിൽ ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണം മാത്രമാണിന്ന് യുക്രൈൻ. ഈ പ്രശ്നത്തിനാണ് യഥാർത്ഥത്തിൽ പരിഹാരമാകേണ്ടത്. യുക്രൈന്റെ ഏക പോംവഴി എന്ന് പറയുന്നത് യഥാർത്ഥ ഫിൻലാൻഡോഡൈസേഷനാണ്. യുക്രൈന്റെ നിലവിലെ ഭൗമരാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കാൻ ആവശ്യപ്പെടുന്ന ഒന്നാണത്. അതായത് ചില പ്രദേശങ്ങൾ വിട്ടുകൊടുത്ത് ഒരു യഥാർത്ഥ നിഷ്പക്ഷ ആണവ വിമുക്ത രാഷ്ട്രമായി നിലകൊള്ളുക. കൂടാതെ രാജ്യത്തിനകത്തുള്ള റഷ്യൻ ഭാഷ സംസാരിക്കുന്നവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും കിഴക്കും പടിഞ്ഞാറുമുള്ള രാജ്യങ്ങളുമായി സന്തുലിത ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുക. ഈ വഴി സ്വീകരിക്കുകയാണെങ്കിൽ മാത്രമേ യഥാർത്ഥ സമാധാനവും പുരോഗതിയും അവിടെ സാധ്യമാവുകയുള്ളൂ. യുക്രൈന്റെ മുന്നിലുള്ളത് ഒരു നിർണായക തെരഞ്ഞെടുപ്പാണ്. അതായത് സുദീർഘമായ ഒരു യുദ്ധത്തിലൂടെ പാശ്ചാത്യ സഖ്യത്തിന്റെ ഭാഗമാക്കണോ അതോ സ്വന്തം പരമാധികാരം സംരക്ഷിക്കാൻ വേണ്ടി സമാധാനപരമായ നിഷ്പക്ഷത തെരഞ്ഞെടുക്കണോ എന്ന യുക്രൈന്റെ തീരുമാനമായിരിക്കും അതിന്റെ ഭാവി നിർണ്ണയിക്കാൻ പോകുന്നത്. റഷ്യൻ തലസ്ഥാനമായ മോസ്കോയെ ലക്ഷ്യമിട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള ഡ്രോൺ ആക്രമണമാണ് സംഭവിച്ചിരിക്കുന്നത്. ഇന്നലെയാണ് മോസ്കോ ഉൾപ്പെടെയുള്ള മേഖലകളെ ലക്ഷ്യമിട്ട് ഡ്രോൺ ആക്രമണം ഉണ്ടായത്. മോസ്കോയ്ക്ക് നേരെ തൊടുത്തുവിട്ട ഡ്രോൺ റഷ്യൻ വ്യോമപ്രതിരോധ സംവിധാനം വെടിവെച്ചിട്ടെന്നും ഇതിന്റെ അവശിഷ്ടങ്ങൾ വിദഗ്ധർ പരിശോധിച്ചു വരികയാണെന്നും മോസ്കോ മേയർ സെർജി സോബിയാനിൽ പറഞ്ഞു. മോസ്കോ ഉൾപ്പെടെയുള്ള മേഖലകളെ ലക്ഷ്യമിട്ട 32 ഡ്രോണുകളാണ് 3 മണിക്കൂറിനുള്ളിൽ വ്യോമപ്രതിരോധ സംവിധാനം തകർത്തതെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്തു. ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ റഷ്യയിലെ വിവിധ വിമാനത്താവളങ്ങൾ അടച്ചിട്ടതായും റോയിട്ടേഴ്സ് റിപ്പോർട്ടിലുണ്ട്. മോസ്കോയുടെ കിഴക്കൻ തെക്ക് കിഴക്കൻ മേഖലകളായ ഇസ്വെസ്നിക്, നിഷ്നി നോവ്ഗൊറോഡ്, സമാറ, പെൻസ, താംപോ, ഉല്യാനോവ്സ്ക തുടങ്ങിയ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങളാണ് താൽക്കാലികമായി നിർത്തിവെച്ചത്. അതേസമയം ഡ്രോൺ ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് ഇതുവരെ വ്യക്തമല്ല. എന്നിരുന്നാലും പല ഭാഗങ്ങളും യുക്രൈന്റെ ഗ്രാമങ്ങൾ കീഴടക്കിക്കൊണ്ട് റഷ്യൻ സൈന്യവും മുന്നേറുന്ന കാഴ്ചയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ചർച്ചയൊക്കെ തന്നെ പൂർണ്ണ പരാജയമായതിനാൽ കൂടുതൽ ശക്തിയോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഇപ്പോൾ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുന്നത്.